വ്യത്യസ്തമായിട്ടുള്ള ലക്ഷ്യങ്ങളാണ്. ചിലർക്കൊരു വീട്, യാത്ര, നേരത്തെയുള്ള വിരമിക്കൽ എന്നിങ്ങനെ. പക്ഷെ എല്ലാവരുടെയും ക്വസ്റ്റ്യൻ ഒന്നാണ്, ഏത് മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ഏത് ഫണ്ട് തിരഞ്ഞെടുക്കും? ഓരോരുത്തരുടെ ലക്ഷ്യം അനുയോജ്യമായ ഫണ്ടുകൾ വേണം തിരഞ്ഞെടുക്കാൻ. ഇപ്പോൾ ചെറിയ കാലത്ത് ഒരു കാർ വാങ്ങുന്ന ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഡെറ്റ് ഫണ്ട് നോക്കിയെടുക്കാം. അന്ന് ദീർഘകാല വരെ ആവശ്യമുണ്ടെങ്കിൽ, വിരമിക്കൽ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ടുള്ള ആവശ്യങ്ങളാണെങ്കിൽ അത് നമുക്ക് ഇക്വിറ്റി ഫണ്ട്സ് ഉണ്ട്. ഓരോ ലക്ഷ്യങ്ങളും നോക്കിയിട്ട് ഇപ്പോൾ കുട്ടികളുടെ പഠിത്തമോ അല്ലെങ്കിൽ ഇതിനായ ലക്ഷ്യം ലിങ്ക്ഡ് ഫണ്ട് ഓപ്ഷൻസും നമുക്ക് തിരഞ്ഞെടുക്കാം. ഒരു GPS പോലെ ചിന്തിച്ച് നോക്കൂ. നമ്മുടെ GPS ഒരു ലൊക്കേഷൻ നമ്മൾ നോക്കിയിട്ടാണ് വണ്ടി ഓടിക്കുന്നത് അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. വഴികൾ മാറിക്കൊണ്ടിരിക്കും, പക്ഷേ ലക്ഷ്യം ഒന്നായിരിക്കണം. ഈ ലക്ഷ്യം നോക്കി മുന്നോട്ട് നിക്ഷേപിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഫലം കിട്ടുള്ളൂ. നിങ്ങൾ എവിടേക്കാണോ പോകുന്നത് അത് മാത്രം ലക്ഷ്യം കേന്ദ്രീകരിക്കുക, മാർക്കറ്റിലെ ബഹളങ്ങളിലേക്കല്ല. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ വിപണിയിലെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. സ്കീമുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധിച്ചു വായിക്കുക.